പ്രതീഷിൻ്റെ ഭാര്യ ഒരു സീരിയലിലോ അല്ലെങ്കിൽ ആൽബത്തിലോ ഷോർട്ട് ഫിലിമിലോ അഭിനയിക്കുകയാണെങ്കിൽ കൂടെ അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ കെട്ടിപ്പിടിക്കണം, ചിലപ്പോൾ കൈ പിടിച്ച് നടക്കേണ്ടി വരും, ഒരുമിച്ചിരിക്കുക, ഇതെല്ലാം ഉണ്ടെന്ന് വെച്ചാൽ അഭിനയിക്കുകയാണ് എന്ന് തോന്നാത്ത രീതിയിൽ റിയലായിട്ട് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് ആ സംവിധായകൻ പറയുന്ന അതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കണം. ശരി, അത് കഴിഞ്ഞിട്ട് അമ്മുവിനെ വേറെ ഒരു കൂടെ അഭിനയിച്ചൊരു പയ്യൻ കെട്ടിപ്പിടിച്ചും അമ്മുവിൻ്റെ ഒന്ന് ചുറ്റിപ്പിടിച്ച് നിന്നാൽ പ്രജീഷ് അതിന് അനുവദിക്കുമോ? ഇപ്പം ജയത്തിന് വേണ്ടിയിട്ട് പറയും അത് ഒന്നും പ്രശ്നമില്ല എന്നുള്ളത്. അതിനുള്ള മറുപടി ആയിട്ടൊന്നും ഇങ്ങോട്ട് വരണ്ട. ഈ വീഡിയോ കണ്ട് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റുമായിട്ട് വരണ്ട. അത് കാണാനും താല്പര്യമില്ല. അല്ലാത്തവർക്കെല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലേക്ക്. എല്ലാവരും ഈ വീഡിയോ കാണുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് തരിക, സപ്പോർട്ട് ചെയ്യുക. കമൻറ്റിനോടൊപ്പം തന്നെയാണ് കേട്ടോ ഹൈപ്പ്, അവിടെയും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. വളരെ സന്തോഷം. അതുകൂടെ ഒന്ന് പ്രസ് ചെയ്താൽ കുറച്ച് പോയിന്റ് കിട്ടും. രേണുവിനെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നലത്തെ ഫ്ലൈറ്റിനെ വൈകിട്ട് കയറി എന്നാണ് അറിയാൻ പറ്റിയത്. എത്തിയോ ഇല്ലേ എന്നുള്ളത് നാളെ കഴിഞ്ഞ് നമുക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഷൂട്ട് തുടങ്ങി കാണും. പ്രതീഷിന് എവിടെയും കയറി പോകാനുള്ള ഒരു വഴിയാണ് രേണുസുതി. രേണു ഈ പ്ലാറ്റ്ഫോമിലോട്ടൊന്ന് കയറി വരാൻ വേണ്ടിയിട്ട് എന്തെല്ലാമോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അങ്ങനെ കയറി വരുന്നുമുണ്ട്. രേണുവിനെ പ്രൊമോട്ട് ചെയ്ത് പോകാൻ ആരാണ്ടൊക്കെ PR വർക്കും ചെയ്ത് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ രേണു കയറി പോകുന്നതിൻ്റെ പുറകിലത്തെ പടിയിൽ കയറി നിൽക്കുകയാണ് പ്രതീഷ് അങ്ങനെ കയറിപ്പോകും. പോവട്ടെ. അവൻ്റെ ഭാര്യ പറയുന്ന പ്രതീഷിന് ഭാര്യയെയും അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാനുള്ള കഴിവുകൊണ്ട് അവൻ അങ്ങനെ തന്നെയാണ് പോകുന്നതെന്ന്. ഷൂട്ട് സമയത്ത് ഇപ്പോൾ ഒരു രംഗം നമുക്ക് തരികയാണ്. ചിലപ്പോൾ സഹോദരി സഹോദരനായിരിക്കും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ്, കാമുകൻ കാമുകിമാർ ആയിട്ട് ഉള്ള ഒരു ഷോട്ടിൽ നിൽക്കുമ്പം അതൊരു കഥയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നതല്ലേ. ആ കഥയ്ക്ക് വേണ്ടി അതിലെ കഥാപാത്രമായിട്ട് നമ്മൾ ചെയ്യുകയാണ്. അങ്ങനെ ആവുമ്പോൾ അത് അവരാണ് അതിൽ അഭിനയിച്ച് നന്നായിട്ട് അഭിനയിച്ചു എന്ന് പറയും. അവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ആങ്ങളെയും പെങ്ങളും കാമുകനും കാമുകിയാണ്. ഇവരെ ഷൂട്ട് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി നിന്നാലും ഇവർ കാണിക്കുന്നത് ഇത് തന്നെയാണ്. അവിടെ നിൽക്കുവാണെങ്കിൽ അവൻ്റെ കയ്യും പിടിച്ച് ലാ 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 എന്നും പറഞ്ഞിട്ട് നടന്നു വരുന്നത് കാണാം. അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അവനെ ഇരിക്കുകയാണെങ്കിൽ അവൻ്റെ കൂടെ പോയിരുന്ന് അവനെ ചാരി അവൻ്റെ ചുമലിലേക്ക് തല വെച്ച് ഇരിക്കുന്നത് കാണാം. രേണു അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. അല്ല എന്ന് പറയാൻ തെളിവില്ല. ആണെന്ന് പറയാൻ, അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാൻ ഒരുപാട് യൂട്യൂബിനകത്ത് തെളിവുകൾ കിടക്കുന്നുണ്ട്. ഒരുപാട് ഷോർട്ടായിട്ടും അല്ലാതെയും ഒരുപാട് തെളിവുകളുണ്ട്. ഒരു ദിവസം ലൈവിൽ പ്രതീക്ഷ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാര്യയും ഉണ്ട്. ഓരോ കമൻറ്റിനുമുള്ള മറുപടികൾ കൊടുത്തുകൊണ്ടാണ് പ്രതീക്ഷ വന്ന് നിൽക്കുന്നത്. പ്രതീക്ഷ പറയുന്നത് പിന്നെ രേണുവിൻ്റെ കൂടെ അഭിനയിക്കാൻ വരുന്നതിന് മുമ്പും അവൻ പലരുടെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. 3 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലാണ്. അവൻ്റെ യൂട്യൂബിൽ കയറി നോക്കിക്കോളാൻ പറയുന്നുണ്ട്. അപ്പോഴും വ്യൂസ് ഉണ്ടായിരുന്നു, ഇപ്പോഴും വ്യൂസ് ഉണ്ട് എന്ന്. എന്തായാലും സുധി എന്ന മരണപ്പെട്ട ആ വ്യക്തിയുടെ ഭാര്യ രേണു രേഷ്മ ആണല്ലോ താരം. അവളുടെ കൂടെ അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ പ്രതീഷ് എന്ന ഒരാൾ ഉണ്ടെന്നറിയുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് തന്നെയാണ്. അതിനു മുന്നൊന്നും പ്രതീഷ് ഏതെങ്കിലും അഭിനയിച്ച സിനിമയോ സീരിയലോ ആൽബമോ ഒന്നും ഇവിടെ ആരും കണ്ടതായിട്ട് പറയുന്ന കേട്ടിട്ടില്ല. രേണുവിൻ്റെ കൂടെ കയറി രേണുവിനെ പോലെ തന്നെ ഹൈപ്പ് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് പ്രതീക്ഷ നിൽക്കുന്നത്. അല്ലാന്നൊന്നും പറയണ്ട. അത് അമ്മു പറയുകയും വേണ്ട. അമ്മുവിനും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അമ്മുവിനെ പ്രണയിച്ചാണല്ലോ വിവാഹം കഴിച്ചത്. അങ്ങനെ ഏതോ ഒരു ഇൻ്റർവ്യൂവിലോ മറ്റോ പറയുന്നത് കേട്ടു. അമ്മുവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. അതുകൊണ്ട് ഒരിക്കലും പ്രജേഷേട്ടൻ മാറിപ്പോവില്ല. ഭാര്യയെയും രേണുവിനെയും അത് ചേച്ചിയാണ്. ചേച്ചിയെയും എന്നെയെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. എന്ത് അറിവിന്റെ അടിസ്ഥാനത്തിലാണ് രേണുവിനെ ബിഗ് ബോസിലേക്ക് വിളിച്ചത്? മറ്റേ കണ്ടസ്റ്റന്റ് ഒക്കെ നമ്മൾ നോക്കി. 20 പേരിൽ 18 പേരും യോഗ്യതയുള്ളവരാണ് കയറിപ്പോവാൻ വേണ്ടിയിട്ട്.
രേണുവിന് എന്ത് യോഗ്യതയാണ്? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞിട്ട് അതാണോ? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സഹായം ചെയ്യുന്നവരെയൊക്കെ തന്തയ്ക്ക് വിളിക്കലും അസഭ്യങ്ങൾ പറയലും അവരുടെ മറ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ അവരെക്കുറിച്ച് മോശം പറയലും ആണോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നത്? അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. അതാണോ? പറയൂ. ഇനി മോഹൻലാലിന്റെ തന്തയ്ക്ക് വിളി കൊണ്ട് കേൾക്കും. അവിടെ മോഹൻലാലാണല്ലോ വരുന്നത്. അപ്പോൾ മോഹൻലാൽ വരുമ്പോൾ കാണാം. ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം കെട്ടിപ്പിടുത്തുണ്ടാവും. നമുക്കൊന്ന് നോക്കണം. പ്രജീഷിനെ കെട്ടിപ്പിടിച്ചതുപോലെ പ്രജീഷിനെയാണല്ലോ അരക്കിട്ട് പിടിക്കുന്നത്, ചേർത്ത് പിടിച്ച് ചാരി നിൽക്കുന്നത്. മോഹൻലാലിന് പോയി ചാരാൻ പറ്റുമെന്നൊന്ന് നോക്കണം. അതുകൊണ്ട് താജിന്റെ തന്തയ്ക്കും ഒക്കെ വിളിച്ചതുപോലെ മോഹൻലാലിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റായിട്ട് കണ്ടാൽ രേണു അങ്ങനെ ചെയ്യരുത്, അത് ശരിയല്ല, നിങ്ങൾ ചെയ്തത് തെറ്റായി എന്ന് മോഹൻലാൽ പറയേണ്ട ഒരു, രേണു ചെയ്തത് ശരിയല്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യം വന്നാൽ ആ സാഹചര്യത്തിൽ മോഹൻലാലിനോട് നീ ആരാ എന്നെ പഠിപ്പിക്കാൻ, നീ എൻ്റെ തന്തയാണോ എന്ന് ചോദിക്കണം കേട്ടോ രേണു. മോഹൻലാലിനോട് ചോദിക്കണം കേട്ടോ. ഞാനതൊക്കെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ രേണു ചോദിക്കും എന്നാണ് തോന്നുന്നത്. ചോദിക്കണം തീർച്ചയായിട്ടും. അല്ല, രേണുവിൻ്റെ ഒരു ക്യാരക്ടർ ബേസ് വെച്ചിട്ടേ രേണു അത് ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ചോദിക്കുക തന്നെ വേണം. അതേപോലെ കൂടെയുള്ള കണ്ടസ്റ്റന്റുകളോടൊക്കെ അവരുടെ തന്തയ്ക്ക് വിളിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ തന്തയ്ക്ക് വിളിക്കുന്ന സംസ്കാരമില്ലാത്ത ആളുകളെയാണോ ബിഗ് ബോസിൽ എടുക്കുന്നത്? അപ്പൊ ബിഗ് ബോസ് ഇത്രയും നിലവാരം കുറഞ്ഞൊരു പരിപാടിയാണെന്നുള്ളത് ഈ രേണുവിനെ അതിലേക്ക് കയറ്റി വിട്ടതോടുകൂടി ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി കാണും. ബിഗ് ബോസ് എന്നത് അറിവിന്റെ ഉറവിടമൊന്നുമല്ല. അവിടെ തോന്നിയതുപോലെ എന്തും അവിടെ ചെയ്യാമെന്നുള്ളതിന് തെളിവാണ് രേണുവിനെ അവിടേക്ക് കയറ്റി വിട്ടത്. ആകെയുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവൾ അതിനകത്ത് പോയതുകൊണ്ട്, അകത്ത് പോകുമ്പോൾ എയർപോർട്ടിൽ വരെ ആളുകൾ പുറകെ പോയിട്ടുണ്ടാവും. ക്യാമറ തൂക്കുകാരൻ കൂടെ ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ എയർപോർട്ടിലും ചെന്നൈയിലെത്തിയപ്പോഴും ചെന്നൈയിൽ നിന്ന് അങ്ങോട്ട് കടന്നു പോകുന്നതും എല്ലാം എടുത്തിട്ടുണ്ടാകും. അതെല്ലാം പിന്നാലെ വരും. ഒരു PR വർക്കിന് ഒരാളുണ്ടല്ലോ, ആ ആളും എല്ലാം കൊണ്ടുവരും. അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം.